ആർക്ക് എൻ്റെ മോൻ? ഒന്നുമില്ല മേരി, നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കെ. അങ്കിൾ, സമയം ഒരുപാടായില്ലേ? ഞങ്ങളിവിടെ ഇരുന്നോളാം. അങ്കിള് വേണ്ടിയും റിസോർട്ടിലേക്ക് പോയിക്കോ. അവളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ക്രിസിന്റെ എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന്? നീ ഒരു കാര്യം ചെയ്യ്, ഗ്രാനിയെ റിസോർട്ടിലേക്ക് കൊണ്ടുപോക്കോ. ഗ്രാനിയെ ഞാൻ ഒരുവിധം അലൻ്റെയും രജനയുടെയും കൂടെ റിസോർട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. കുറച്ച് മുന്നെയാ പോയത്. മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞയച്ചത്. ആ, അതേതായാലും നന്നായി. നീ ഒരു കാര്യം ചെയ്യ്, എലനെയും അവന്മാരെയും കൂട്ടി നീയും പോക്കും. ഞാനും മേരിയും എസ്തറും ഇരുന്നോളെ ഇവിടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ നിന്നെ വിളിച്ചോളാം. അവൻ്റെ ഒരു വിവരം അറിയാതെ ഞാൻ എങ്ങനെ അങ്കിൾ? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. വെറുതെ ഇതിനു മുന്നിൽ ഒരുപാട് പേര് കൂടി നിൽക്കണ്ട. നീ അവരെയും കൂട്ടി ചെല്ല്. ശരി അങ്കിൾ. ഡോക്ടർ, ക്രിസിനിപ്പോൾ എങ്ങനെയുണ്ട്? പറയാം. ബാക്കി എല്ലാവരും പോയത് നന്നായി. നിങ്ങൾ 3 പേരും എൻ്റെ റൂമിലേക്ക് പൊക്കോളൂ. ഞാനിതൊക്കെ അഴിച്ചു വെച്ച് അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പറയാം. എസ്തർ അല്ലേ? അതെ ഡോക്ടർ. മോനെ പ്രശാന്ത്, ക്രിസിന് അവനിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മ കരയാതിരിക്കെ, ഞാനെല്ലാം പറയാം. അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് ക്രിസ് എന്നെ കാണാൻ വന്നിരുന്നു. അവൻ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന പിറ്റേന്നാണ്. അന്ന് ക്രിസ് എന്നോട് പറഞ്ഞത് ഏതു നിമിഷവും അവന് എന്തും സംഭവിക്കാമെന്നാണ്. അതായത് ഒരു കത്തിമുനയിലോ ബുള്ളറ്റിലോ അല്ലെങ്കിൽ ഇതുപോലൊരു വാഹനാപകടമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ആദ്യം ഞാനത് ചിരിച്ചു തള്ളി. പക്ഷേ അവൻ സീരിയസ് ആയിരുന്നു. ക്രിസ് അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവൻ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കണ്ടീഷനെ പറ്റി നിങ്ങളോട് മൂവരോടുമല്ലാതെ വേറെ ആരോടും പറയരുതെന്നാണ്. എന്നുവെച്ചാൽ അവൻ ഇങ്ങനൊരു കണ്ടീഷനിൽ ആകുമെന്ന് ക്രിസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇനി ക്രിസിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവനിപ്പോൾ കോമയിലാണെന്നാണ് എൻ്റെ നിഗമനം. ക്രിസിൻ്റെ തലയുടെ വലതു ഭാഗത്ത് സിവിയർ ഇഞ്ചുറിയാണ്. ഈ കോമയിൽ നിന്ന് ഉണർന്നാൽ തന്നെ അവന് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ കോമ സ്റ്റേജിനെ പറ്റി നിങ്ങൾക്കറിയാലോ. മേ ബി 2 വീക്സിനുള്ളിൽ ഉണരാം, അല്ലെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കാം. അതുമല്ലെങ്കിൽ മരണം വരെ ഈ കോമ സ്റ്റേജിൽ തന്നെ തുടർന്നെന്നും ഇരിക്കും. പിന്നെ ക്രിസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവൻ ഉണർന്നാൽ തന്നെ ഫുള്ളി പാരലൈസ്ഡ് ആയിരിക്കും. കഴുത്തിന് താഴേക്ക് ചലനമറ്റ് ജീവിതകാലം മുഴുവൻ ഒരേ കിടപ്പ് തന്നെ.
നിങ്ങളിങ്ങനെ കരയാതെ. ഞാൻ പറഞ്ഞില്ലേ കോമയിലാണെന്നുള്ളത് എൻ്റെ നിഗമനം മാത്രമാണ്. അവനിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ മയക്കത്തിലാണ്. അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്നറിയണം. അവന് നമ്മളെ കാണാൻ പറ്റുമോ, പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയണ്ടേ. ഇനി അഥവാ ഇവിടെ വെച്ചോ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയാലോ ക്രിസിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രതീക്ഷ 1% മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ 4 പേരല്ലാതെ വേറൊരാൾ അറിയാൻ പാടില്ല. കാരണം ശത്രു നമുക്ക് ചുറ്റിലുമുള്ള ഏതോ ഒരാളാണ്. ആർക്ക് എന്തൊക്കെയാ പ്രശാന്ത് പറഞ്ഞത്? ശത്രു നമുക്കിടയിൽ തന്നെയുണ്ടെന്ന്. ക്രിസിനെ അയാളെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അതാണ് ക്രിസ് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പ്രശാന്തിനോട് പറയാൻ കാരണം. ഇവിടെയുള്ള ഏറ്റവും പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സ്റ്റാർ കെയർ. അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് ക്രിസ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുപ്രകാരം അവൻ്റെ ഫ്രണ്ടിനോട് എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുകയാണ്. ആകാശ് ഇതിന് പിന്നിൽ അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എസ്തർ, അങ്കിളും ആൻറ്റിയും റിസോർട്ടിലേക്ക് പോയി. നിനക്കും കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ? ക്രിസിനെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയട്ടെ, അല്ലാതെ എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ മെഡിസിൻസ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവരണം. ഓക്കെ. മനുഷ്യരുടെ അവസ്ഥ നോക്കണേ. ഇന്നലെ ഈ സമയത്ത് പ്രസന്റേഷന്റെ ആവശ്യത്തിന് വേണ്ടി ഓടി നടന്ന ആളാ ഇപ്പൊ അനങ്ങാനോ മിണ്ടാനോ ഒന്നും പറ്റാതെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ സ്ഥിതി. ക്രിസിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ ആരോടും ഒന്നും പറയാത്തത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അത് പറയേണ്ടത് ഞാനല്ലാത്തത് കൊണ്ടാണ്. അത് പറയേണ്ട ആൾ ക്രിസാണ്. അവൻ എഴുന്നേറ്റാൽ അവൻ തന്നെ അതെല്ലാവരോടും വിളിച്ചു പറയും. ആര്? ഒരു ചെറു വിരൽ പോലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന അവനോ? ക്രിസിനി ഈ കിടപ്പിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ എന്നെപ്പറ്റി ആരോടെങ്കിലും പറയാൻ? പിന്നെ അവനെ ഈ അവസ്ഥയിലാക്കിയത് ഞാനല്ല, അവൻ തന്നെയാ. പണി എൻ്റേത് തന്നെയായിരുന്നു. അത് പക്ഷേ അവന് വേണ്ടിയായിരുന്നില്ല, നിനക്ക് വേണ്ടിയായിരുന്നു. നീ കൂടെയുള്ളത് ക്രിസിന് ഭയങ്കര ധൈര്യമാണ്. അപ്പോ ആ ധൈര്യം അങ്ങ് കളഞ്ഞാൽ അവനെ വേഗം വീഴ്ത്താൻ പറ്റും. ക്രിസിന്റെ കാറിന്റെ ബ്രേക്ക് ഊരാനാണ് ഞാൻ കരുതിയത്. റിസോർട്ടിലേക്ക് പോകാൻ നീ ആ കാർ എടുത്താ നിന്റെ കാര്യം അവിടെ തീരുമല്ലോ. നിന്നെ ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞയച്ച ശേഷം ഞാൻ ബ്രേക്ക് ഊരാൻ ഏൽപ്പിച്ച ആളെ വിളിച്ചിരുന്നു. ആ ഫോൺ കോൺവെർസേഷൻ കേട്ട് നിന്നെ രക്ഷിക്കാൻ ഓടി വന്നതാ ക്രിസ്. പക്ഷേ ആ മണ്ടൻ ബാക്കി കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. സത്യം പറഞ്ഞാ ആ കാറിന്റെ ബ്രേക്ക് ഊരാൻ പറ്റിയിരുന്നില്ല. ബോഡി ഗാർഡ്സ് ആ കാറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനടുത്തേക്ക് ചെല്ലാൻ അവന് പറ്റിയിരുന്നില്ല. ആ മണ്ടൻ ക്രിസ് ബ്രേക്കിൽ വെറുതെ ഒന്ന് കാലമർത്തി നോക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഞാൻ ഫോൺ വിളിക്കുന്നത് പുറകിൽ നിന്ന് കേട്ടിട്ട് അവൻ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴാ ഞാൻ ഏൽപ്പിച്ചവൻ പറഞ്ഞത് ബ്രേക്ക് ഊരിയിട്ടില്ലെന്ന്. പക്ഷേ ഞാൻ പണ്ടേ വെൽ പ്ലാൻഡ് ആണ്. പ്ലാൻ എ പാളിയാൽ പ്ലാൻ ബി ഉണ്ടാകും. ആ പ്ലാൻ ബി ആയിരുന്നു ലോറി. കുറച്ചു നേരം കൂടെ നിന്ന് കേട്ടിരുന്നെങ്കിൽ ക്രിസിന് അത് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അവന് സമയമില്ലല്ലോ, നിന്നെ രക്ഷിക്കണ്ടേ. അപ്പോ ക്രിസ് വീണ്ടും അപകടത്തിൽപ്പെട്ടത് ഞാൻ കാരണമാണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന വാക്ക് പാലിക്കുകയായിരുന്നു അവൻ. എന്തായാലും അവൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ഞാനുണ്ടല്ലോ. എസ് സർ, മെഡിസിൻസ് ഒക്കെ വാങ്ങി. ഡോക്ടറെ വിളിക്കുന്നുണ്ട്. പേഷ്യന്റ് കണ്ണു തുറന്നു. ഡോക്ടർ, ക്രിസ് അവന് നമ്മളെയൊക്കെ കാണാമോ? കണ്ണ് തുറന്നു എന്നുള്ളത് ശരിയാണ്. ക്രിസിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായാലേ അവൻ നമ്മളെയൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഞാൻ വിളിച്ചു നോക്കിയിട്ടൊന്നും പ്രതികരണമില്ല. ക്രിസ് എൻ്റെ ഫ്രണ്ടാണെങ്കിലും എന്നെക്കാളും ആത്മബന്ധം നിങ്ങളോടാണല്ലോ. അപ്പോൾ
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്ന്. ക്രിസ്, ഞാനാ ആകാശ്, നിന്റെ ചേട്ടൻ. ക്രിസ്, നിനക്കെന്നെ കാണാവോ? ക്രിസ്, ഡാ ഇങ്ങോട്ട് നോക്കടാ. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ണടക്ക്. എസ്തർ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ക്രിസ്, താങ്ക് ഗോഡ്. ഐ തിങ്ക് അവൾ നമ്മളെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്ന്. ഇത് നല്ലൊരു ശുഭസൂചനയാണ്. മേ ബി അവനുടൻ തന്നെ വേറെ രീതിയിൽ റെസ്പോണ്ട് ചെയ്തേക്കാം. പക്ഷേ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രശാന്ത്, റോയ്സ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയതാ. പക്ഷേ ഞാനും മേരിയും വിളിച്ചിട്ടൊന്നും അവനിൽ നിന്ന് ഒരു പ്രതികരണവും ഇല്ല. ഇപ്പോൾ എസ്തർ വിളിച്ചിട്ടും ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ആക്ച്വലി ക്രിസ് ഇപ്പോൾ വെജിറ്റേറിയൻ സ്റ്റേറ്റിലാണ്, എന്നുവെച്ചാൽ കോമയ്ക്ക് മുൻപുള്ള സ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, എഴുന്നേൽക്കാൻ സാധ്യതയില്ല. എന്തായാലും 2 ആഴ്ച ഇവിടെ കിടക്കട്ടെ. മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എല്ലാ ദിവസവും അവിടെ വന്ന് പരിശോധിച്ചോളാം. ക്രിസിൻ്റെ റൂം താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു നേഴ്സിനെ ഏർപ്പാടാക്കാം. വേണ്ട അങ്കിൾ, ഞാൻ നോക്കിക്കോളാം. ഞാൻ മുകളിലത്തെ എൻ്റെ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഇവിടെ ക്രിസിൻ്റെ റൂമിലേക്ക് താമസം മാറാം. മോനെ ക്രിസ്സേ, നിനക്ക് ഈ ചേട്ടൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. ക്രിസിനെ ഈ അവസ്ഥയിലാക്കിയതും പോരാ, ഇപ്പൊ മോനേന്ന് വിളിച്ച് വന്നിരിക്കുന്നത് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് ആർക്കറിയാം. നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയില്ല ക്രിസ്സേ. ഇവളെ പോലെ ഒരു പീറ പെണ്ണിന് വേണ്ടി സ്വന്തം ആരോഗ്യവും ജീവിതവും ഒക്കെ കളഞ്ഞില്ലേ. ഇപ്പോഴാണെങ്കിൽ നീ അനുഭവിച്ച സ്വത്ത് മുഴുവൻ എൻ്റേതാകാൻ പോവുക. പക്ഷേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പോലെ മണ്ടത്തരം കാണിക്കില്ല. ഈ സ്വത്ത് മുഴുവൻ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും. പോട്ടെ അനിയ. നീ അവൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അങ്ങനെ നിനക്ക് അവകാശപ്പെട്ടതെല്ലാം തട്ടിയെടുക്കാൻ ആ പിശാചിനെ ഞാൻ സമ്മതിക്കില്ല. നീ വേഗം എഴുന്നേൽക്കണേ. അതുവരെ അത് സംരക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ മോളെ, പ്രശാന്ത് ക്രിസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അവൻ എല്ലാ ദിവസവും വരും. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോൾ ചെയ്തു കൊടുക്കണം. ശരി അങ്കിൾ. നിങ്ങൾ പുറത്തു പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. മോള് ലിവിങ് റൂമിലേക്കൊന്ന് വന്നേ. അവിടെ നമ്മുടെ വക്കീലും മൂർത്തിയും മറ്റു ബ്രാഞ്ചുകളിൽ നിന്ന് 2-3 പേരൊക്കെ വന്നിട്ടുണ്ട്. ക്രിസിന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലായിടത്തും പരന്നിട്ടുണ്ട്. പക്ഷേ അവന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് ഔദ്യോഗികമായി പുറത്തുവിടേണ്ടത് നമ്മളാണ്. ക്രിസ് ഡിലൻ എന്ന പാട്ടുകാരനെ പറ്റി അവനെ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയുടെ ഓണറായ ഞാനും നിങ്ങളുടെ കമ്പനിയുടെ CEO ആയ ക്രിസ് ഡിലനെ പറ്റി നിങ്ങളും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയേ പറ്റൂ. അപ്പോ അത് രണ്ടും പരസ്പര വിരുദ്ധമാകാൻ പാടില്ല. RK സാർ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ഞാനും പറഞ്ഞോളാം. എൻ്റെ മോനെ പറ്റി ആരും നുണ പറയണ്ട. അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ പുറത്തുവിട്ടാൽ മതി. എന്നാലേ ലോകം മുഴുവനുമുള്ള അവൻ്റെ ആരാധകർ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയും സ്നേഹവും ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിനാകില്ല. അങ്ങനെയെങ്കിലും അവനെ നമുക്ക് തിരിച്ചു തരട്ടെ. എന്നാ പിന്നെ മാഡം പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. പക്ഷേ പകരം ആരാണ് CEO ആകുന്നതെന്ന് കൂടി പറയണ്ടേ? എന്തായാലും ഞാനിപ്പോൾ ചെയർമാൻ ആണല്ലോ. CEOയുടെ ചുമതല കൂടി വഹിക്കാൻ എൻ്റെ പ്രായം എന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ ആകാശ് ആയിരിക്കും പുതിയ CEO. എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചു അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ക്രിസിന് വാക്ക് കൊടുത്ത പോലെ അവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ എനിക്ക് കഴിയാതെ പോയി.
ആകാശിനെ CEO ആക്കുന്നതിൽ ചെറിയൊരു നിയമ തടസ്സമുണ്ട്. എന്ത് തടസ്സം? എൻ്റെ പേരിലായിരുന്നു ഇത്രയും കാലം എല്ലാ സ്വത്തും ഉണ്ടായിരുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തല്ലേ അതൊക്കെ ക്രിസിന് കൈമാറുന്നത്. അപ്പോൾ അവൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശവും മറ്റും ഗാർഡിയൻസായ എൻ്റെയും മേരിയുടെയും പേരിലേക്കല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. മാത്രമല്ല ആകാശ CEO ആകുന്നതിൽ ബോർഡ് മെമ്പേഴ്സിനും എതിരഭിപ്രായം ഉണ്ടാകില്ല. അതിന് ഉടമസ്ഥാവകാശവും കൈവശാവകാശവും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. പിന്നെ അത് ഞങ്ങൾക്കില്ലാതെ വേറെ ആർക്കാണ് കിട്ടുന്നത്? തനിക്ക് മാത്രം ഞാൻ CEO ആവുന്നതിൽ എന്താ ഇത്ര എതിർപ്പ്? ആകാശ്, എനിക്കൊരു എതിർപ്പുമില്ല. അങ്ങനെ എതിർക്കാൻ ഇതെനിക്ക് അവകാശപ്പെട്ട സ്വത്തൊന്നുമില്ലല്ലോ. സർ, ക്രിസ് നേരത്തെ തന്നെ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4.5 മാസങ്ങൾക്ക് മുൻപ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് കഴിഞ്ഞു വന്ന പിറ്റേന്ന് ക്രിസ് വിൽപത്രം എഴുതാൻ വേണ്ടി എന്നെ കാണാൻ വന്നിരുന്നു. ക്രിസ് എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ നേരത്തെ തന്നെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ശത്രുവിനെയും അവൻ അറിയാമായിരുന്നിരിക്കണം. എല്ലാറ്റിനും കാരണം ആ ഓസ്ട്രേലിയൻ ട്രിപ്പാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ക്രിസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാതെ അവൻ സ്വയം മരണത്തെ കാത്തിരിക്കുകയായിരുന്നു. ക്രിസ് നേരത്തെ വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെന്നോ? അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ വിൽപത്രത്തിലുള്ളത്? ഞങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ അവൻ്റെ സ്വത്തിന് അവകാശി? ഇതാണ് ക്രിസിന്റെ വിൽപത്രം. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാനാകാത്ത വിധത്തിൽ കിടപ്പിലാവുകയോ ചെയ്താൽ എൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകൾക്കും അവകാശി താഴെ പറയുന്ന ആളാണ്. പ്രത്യേകിച്ച് എൻ്റെ കമ്പനികളുടെ CEO സ്ഥാനം അയാൾക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. പക്ഷേ ബോർഡ് മെമ്പേഴ്സിന്റെ സമ്മതം കൂടെ വേണ്ടേ CEO ആക്കണമെങ്കിൽ? വോട്ടിങ്ങിലൂടെയാണല്ലോ ബോർഡ് മീറ്റിംഗിൽ ഡിസിഷൻ എടുക്കുന്നതും പാസ്സാക്കുന്നതുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ക്രിസിന്റെ ഷെയർ 70% കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ് നിർദ്ദേശിക്കുന്ന ആളെ CEO ആക്കുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. താൻ നീട്ടി വലിക്കാതെ ആളാരാണെന്ന് പറ. ക്രിസ് ആരുടെ പേരിലെ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയണമല്ലോ. ആളാരാണെന്ന് ഞാൻ പറയാം. എസ്തർ മിയ ജോസഫ്. എങ്കിൽ പിന്നെ അങ്ങനെയാകട്ടെ. എസ്തറിനെ CEO ആക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ നാളെ തന്നെ മുന്നോട്ട് വെക്കാം. മൂർത്തി ബോർഡ് മീറ്റിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. അതിനുശേഷം പ്രസ് മീറ്റിങ്ങിന് വേണ്ട ഏർപ്പാടും ശരിയാക്കിക്കോ. അലൻ, പ്രസ് മീറ്റ് നമുക്ക് ഒരുമിച്ചാക്കാം. അതാ നല്ലത്. ക്രിസ്, നീ എന്തിനാ നിന്റെ സ്വത്തൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചത്? ഇത്രയും വലിയ ഉത്തരവാദിത്വം ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ. ഇതിനു വേണ്ടിയാണോ അന്ന് നീ ഓഫീസിൽ നിന്ന് എന്നെ വേഗം പറഞ്ഞയച്ചത്? എന്തിനാ ക്രിസ് ഒറ്റയ്ക്ക് ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിയത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരിടാമായിരുന്നല്ലോ. നമ്മുടെ മോൻ്റെ പിന്നിലുള്ള ശത്രു ആരാണ്? അവൻ എന്തുകൊണ്ടാണ് ഇതൊന്നും നമ്മളോട് പറയാതിരുന്നത്? എല്ലാറ്റിനും കാരണം ആ ഓസ്ട്രേലിയൻ ട്രിപ്പാ. അന്ന് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നീ ഒന്ന് സമാധാനിക്കുമേരി. എസ്തറിനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ടല്ലോ. അവൾ വരട്ടെ, നമുക്കെല്ലാം ചോദിച്ചറിയാം. പ്രശാന്ത് പോയോ മോളെ? ആ പോയി. ഇന്നും വലിയ മാറ്റമൊന്നുമില്ലെന്നാ പറഞ്ഞത്. മോള് വാ, ഇവിടെ ഇരിക്കേ. വേണ്ട ആൻറ്റി, ഞാനിവിടെ നിന്നോളാം. എന്താണെന്ന് വെച്ചാ വേഗം പറഞ്ഞോളൂ. ക്രിസ് അവിടെ തനിച്ചാണ്. പറയാനല്ല, ചോദിക്കാനുള്ളത്. അന്ന് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ക്രിസിന്റെ കൂടെ നീയല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ നിനക്കറിയാമല്ലോ അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. തനിക്ക് ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ക്രിസ് നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ അവനെല്ലാം നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തത്. അവനെ ഈ സ്ഥിതിയിലാക്കിയത് ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. അതിന് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നീ ഞങ്ങളോട് പറയണം. ഞാൻ എന്താ പറയേണ്ടത്? എല്ലാം പറയണോ? ക്രിസ് ഇങ്ങനെ കിടക്കാൻ കാരണം നിങ്ങളുടെ മകൻ ആകാശാണെന്ന് ഞാൻ പറയണോ? വേണ്ട, അത് താങ്ങാനുള്ള ശേഷി ഈ അച്ഛനുണ്ടാകില്ല. എന്താണെങ്കിലും നീ മറച്ചു വെക്കാതെ പറ മോളെ. അന്ന് ഓസ്ട്രേലിയയിൽ വെച്ച് ക്രിസിന് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്നു. പക്ഷേ അവനൊന്നും സംഭവിച്ചില്ല. എൻ്റെ കൈ ചെറുതായൊന്ന് മുറിഞ്ഞു. അന്ന് ഞാൻ വീണെന്ന് ക്രിസ് നിങ്ങളോട് കള്ളം പറഞ്ഞതാ.
ഞാൻ പറഞ്ഞ പ്രകാരമാണ് ക്രിസ് ബോഡി ഗാർഡ്സിനെ വെക്കുന്നത്. അവന് കുറച്ച് മുന്നേ തന്നെ ഒരു ശത്രു ഉണ്ടായിരുന്നു. അതാരാണെന്ന് ക്രിസിന് നന്നായിട്ടറിയാം. പക്ഷേ അവനത് ആരോടും പറഞ്ഞിട്ടില്ല, എന്നോട് പോലും. ആ ശത്രു ആരായാലും അവൻ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട്. നമ്മൾ 3 ആളെ മാത്രമേ ക്രിസിന് വിശ്വാസമുള്ളൂ. നീ എന്തായാലും നാളത്തേക്ക് പ്രിപ്പയർ ആയിക്കോ. ക്രിസ് നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ശരി അങ്കിൾ. ആകാശ്, എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത്? സാധാരണ എന്നെ കണ്ട എന്തെങ്കിലും പഞ്ച് ഡയലോഗ് അടിക്കാനുണ്ടാവല്ലോ, ഇന്നതൊന്നും ഇല്ലേ? നീ എന്താ കരുതിയത് ക്രിസിനെ ഇല്ലാതാക്കി ആ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാമെന്നോ? എന്നിട്ടിപ്പോ എന്തായി? മനസ്സിലായില്ലേ ക്രിസ് ഒരു മണ്ടനല്ലെന്ന്? നീ പറഞ്ഞ പോലെ ആ സ്വത്ത് മുഴുവൻ ഞാൻ നന്നായി ഉപയോഗിക്കും, നിനക്ക് പോലും തരാതെ. നീ അധികം അഹങ്കരിക്കേണ്ട എസ്തറെ. നാളെ നീ ബോർഡ് മീറ്റിങ്ങിന് പോയാലല്ലേ CEO ആകൂ. നിന്നെ അവിടെ എത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ ആർക്കെങ്കിളുടെ പേരിൽ എഴുതാതെ എൻ്റെ പേരിൽ വിൽപ്പത്ര എഴുതിയത്? അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. എന്നെക്കാൾ ബിസിനസ്സിൽ അനുഭവ സമ്പത്തുള്ളത് അങ്കിളിനല്ലേ? എന്തായാലും അങ്കിള് പറഞ്ഞതുപോലെ നീ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. നിങ്ങൾ റോയ്സിനോട് ചോദിച്ച് ക്രിസ് എത്രയാണോ പറഞ്ഞത് അത് വാങ്ങിക്കോളൂ നിങ്ങളുടെ ശമ്പളമായിട്ട്. നിങ്ങളെ എനിക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള ആളാണെങ്കിൽ ഇപ്പോൾ കിടപ്പിലുമാണ്. റോയ്സിനോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. മാഡം, ഡൗൺ. മോളെ, എന്താ സംഭവിച്ചത്? എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഹേയ്, അതൊന്നുമില്ല. ഏതോ പിള്ളേര് പുറത്തുകൂടെ പോകുമ്പോൾ കല്ലെടുത്തരുന്നതാ. കണ്ടില്ലേ റിസോർട്ടിന്റെ ചില്ല് പൊട്ടിയത്? പക്ഷേ ഞാനൊരു ഗൺ ഷോട്ട് പോലെയാണല്ലോ കേട്ടത്. വെടിവെച്ചയോ? അങ്കിളിന് വെറുതെ തോന്നിയതാ, അല്ലെങ്കിൽ ആരെങ്കിലും പടക്കം പൊട്ടിച്ച ശബ്ദമായിരിക്കും. ഞാനും കേട്ടത് ഒരു ഗൺ ഷോട്ടാണ്. ഇവിടെ ആര് വെടിവെക്കാനാ? സംശയമുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. മാഡം പറഞ്ഞത് ശരിയാ, പിള്ളേര് കല്ലെടുത്തറിഞ്ഞതാ. ഓ, ഈ പിള്ളേര് മനുഷ്യനെ ചുമ്മാ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മാഡം പറഞ്ഞത് ശരിയാ, ഞങ്ങൾ സംരക്ഷണം നൽകേണ്ടിയിരുന്ന ആള് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് തന്നെയാ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ക്രിസ് സാറ് ഞങ്ങളെ സുഹൃത്തുക്കളെ പോലെയാണ് കണ്ടിരുന്നത്. അപ്പോൾ സാറ് അപകടത്തിൽപ്പെട്ടപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നതിൻ്റെ വേദന മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നെ സാറിന് വേണമെങ്കിൽ അന്ന് സാറിന് പകരം ഞങ്ങളെ വിടാമായിരുന്നു. അത് സാർ ചെയ്തില്ല. എന്നോട് പോകാൻ പറഞ്ഞപ്പോഴാകട്ടെ വേറെ കാറെടുക്കാൻ ആവശ്യപ്പെട്ടത്. അന്ന് ക്രിസ് സാറും മാഡത്തിന് മാത്രമല്ല ഞങ്ങളെ കൂടി രക്ഷിച്ചിട്ടാ സ്വയം അപകടത്തിലേക്ക് പോയത്. അതുമാത്രമല്ല, ക്രിസ് സാറ് അവസാനം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എപ്പോഴും മാഡത്തിൻ്റെ കൂടെ ഉണ്ടാക്കണമെന്ന്. അവസാനമായി സാർ ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാണത്. അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം. ടോണി പറഞ്ഞതുപോലെ പ്രസൻറ്റേഷൻ നടക്കുമ്പോൾ നീ പോയാ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ക്രിസ് പറഞ്ഞത്, ഇനി ഞാൻ വരുന്നത് വരെ നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടതെന്നാണ്. അതിന് ഇങ്ങനൊരർത്ഥം കൂടെ ഉണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. ക്രിസിനെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാമെന്ന് കരുതിയ ആകാശിനേക്കാൾ ഒരു പടി മുൻപിലായിരുന്നു ക്രിസ്. ശരി, വാ നമുക്ക് പോകാം. മോളെ, ഞാനും കൂടെ വരാം.
ഓഫീസിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ഹലോ, പ്ലാൻ ബി ക്യാൻസൽഡ്. ആ കാറിൽ അവളോടൊപ്പം എൻ്റെ അച്ഛനുണ്ട്. തൽക്കാലം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പൊക്കോ. നിനക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടി കിട്ടിയ സർ. അതിന് നീ എൻ്റെ അച്ഛനോട് നന്ദി പറഞ്ഞു. പക്ഷേ എപ്പോഴും ഇതുപോലെ ഭാഗ്യം നിന്നെ തുണയ്ക്കില്ല. ആർക്കെ എന്തായി? ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞോ? ഒക്കെ ഭംഗിയായി കഴിഞ്ഞു. ആദ്യം ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ ക്രിസിന്റെ ഷെയറിന്റെ ബലത്തിൽ എസ്തറിനെ CEO ആയി നിയമിച്ചിട്ടുണ്ട്. ഹാവൂ, കർത്താവിന് സ്തുതി. ഒക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. അവളെവിടെ? എസ്തർ ക്രിസിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ക്രിസ്, ഇവിടെ മുഴുവൻ എനിക്ക് നിന്നെ കാണാം. നമ്മൾ ഒരുമിച്ചിരുന്ന ഈ റൂമിൽ ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്ക്. ക്രിസിന്റെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് എന്തായിരുന്നു? ഷോ, അവന്റെ ബർത്ത്ഡേയും കാർഡിന്റെ നമ്പറും എന്തിന് എൻ്റെ പേര് പോലും അടിച്ചു നോക്കി. പക്ഷെ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നാ. ഈ ഡയറിയിലൊന്ന് നോക്കട്ടെ. റോബർട്ട് മിയ 4422. അവൻ്റെ പപ്പയുടെ പേര്, എൻ്റെ പേര്, കാറിൻ്റെ നമ്പർ. ഇതാണ് അവൻ്റെ പാസ്വേഡ്. ആദ്യം ഇമെയിൽസ് ചെക്ക് ചെയ്യട്ടെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വന്ന് കിടപ്പുണ്ടോ എന്ന് നോക്കാം. ഇതെന്താ, ഡ്രാഫ്റ്റിലൊരു മെയിൽ കിടപ്പുണ്ടല്ലോ. ഇത് ക്രിസ് എനിക്ക് എഴുതിയ കത്താണല്ലോ. ഡിയർ മിയ, ഇത് നീ വായിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ലോകത്തുണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ ഇത് എഴുതുന്നത്. ആദ്യം തന്നെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഐ ലവ് യു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നീയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം നിനക്കാണ്. എൻ്റെ എല്ലാ സന്തോഷത്തിനും കാരണം നീയായിരുന്നു. അതിൻ്റെ സമ്മാനമായിട്ട് കരുതിയാൽ മതി. പിന്നെ ആ ഗ്രീൻ വാലി റിസോർട്ട് ഇതിൽപ്പെട്ടതല്ല. അത് ഞാൻ മുൻപേ തന്നെ നിൻ്റെയും എല്ലിൻ്റെയും പേരിൽ വാങ്ങിയതാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടി. പിന്നെ ഇനി നീ ആരെയും പേടിക്കണ്ട. നിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർക്കാതെ മുന്നോട്ട് പോയാൽ മതി. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഐ ലവ് യു സോ മച്ച്. എന്തിനാ ക്രിസ് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊരു ഗതി വന്നത്? ഇതാണോ നീ എന്ന് പറഞ്ഞത്? ഗ്രീൻ വാലി റിസോർട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് നീ അന്ന് ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഐ ഡോണ്ട് ഡിസേർവ് യുവർ ലവ് ക്രിസ്. നീ എന്താ കരയാണോ? അത് ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ അറിയാതെ. നീ എന്തിനാ വന്നത്? ഇത് വിൻ്റർ കളക്ഷൻ്റെ ഡിസൈൻസ് ആണ്. ജോജിയ മാഡത്തിന് കാണിച്ച് റിവൈസ് ചെയ്തതാണ്. ക്രിസിൻ്റെ സൈൻ കിട്ടിയാലേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കാൻ പറ്റൂ. ഇപ്പോൾ ക്രിസ് ഇല്ലല്ലോ, നീ നോക്കിയിട്ട് സൈൻ ചെയ്തതാ. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? നിന്നോട് എനിക്കെന്തിനാ ദേഷ്യം? അല്ല, നീയുമായ റിലേഷനിലുള്ളപ്പോൾ ക്രിസ് എൻ്റെ പേരിൽ വിൽപ്പത്രം എഴുതിയതിന് എനിക്ക് ദേഷ്യം തോന്നാൻ ഇതെൻ്റെ സ്വത്തൊന്നുമല്ലല്ലോ. പിന്നെ ക്രിസും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഫേക്കായിരുന്നു. നിന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്യിക്കാൻ ക്രിസ് കളിച്ച ഒരു നാടകം. എന്നുവെച്ചാ അപ്പോൾ നീ ഇവിടെ വരുമ്പോൾ നിന്റെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതോ? അത് ക്രിസ് ആയിരുന്നില്ലേ? അത് ക്രിസ് ആയിരുന്നില്ല. ദേ വരുന്നു ഞാൻ പറഞ്ഞ ആള്. റോയ്സ് ആണ് എൻ്റെ ബോയ് ഫ്രണ്ട്, അല്ലാതെ ക്രിസ് അല്ല.
ഏലം പറഞ്ഞത് ശരിയാ. ഞങ്ങളെപ്പറ്റി ക്രിസിന് അറിയാമായിരുന്നു. നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവൻ നിന്നെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാറില്ല, നീയുമായി ബ്രേക്കപ്പ് ആയത് അവനൊരു കുഴപ്പവുമില്ലായിരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയാ എലനും അവനും ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞത്. അവന് നീയല്ലാതെ വേറെ ആരെപ്പറ്റിയും ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അത് ശരിക്കും മനസ്സിലാക്കിയവനാ ഞാൻ. ക്രിസിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈ ഫയലൊക്കെ സൈൻ ചെയ്യാനുള്ളതാ, ഞാനിവിടെ വെക്കുന്നുണ്ട്. നീ നോക്കിയിട്ട് സൈൻ ചെയ്ത് വെച്ചാൽ മതി. വായലൻ. ഹലോ, എന്താണ്? എസ്തർ, ഇവിടെ ആർക്കിയാങ്കിൾ പ്രസ് മീറ്റിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയിട്ടുണ്ട്. ഞാനെന്താ പറയേണ്ടത്? ക്രിസ് ഇല്ലാത്ത സ്ഥിതിക്ക് ബാൻഡ് ഡിസ്ബാൻഡ് ചെയ്യാനെന്ന് പറയട്ടെ? വേണ്ട, ക്രിസ് ഒരുപാട് ബുദ്ധിമുട്ടിയാ ബാൻഡിന്റെ റിട്ടേൺ നടത്തിയത്. അവനില്ലെങ്കിലും അവന് വേണ്ടി ഈ ബാൻഡ് നിലനിൽക്കണം. ഡിസ്ബാൻഡ് ചെയ്യണ്ട, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ എസ്തർ. ക്രിസ്, ഇന്ന് നമ്മുടെ ബാൻഡിന്റെ പുതിയ പാട്ട് ഇറങ്ങി. ഗെറ്റ് വെൽ സോൺ എന്നാണ് പാട്ടിന്റെ പേര്. നിനക്ക് വേണ്ടി ഇറക്കിയതാ. ഇതിന്റെ MV മുഴുവൻ നിന്റെ ക്ലിപ്സാ. നിന്റെ സ്റ്റേജിലെയും ഫോട്ടോഷൂട്ടിലെയും ഇന്റർവ്യൂകളിലെയും ഒക്കെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു നല്ല മ്യൂസിക് വീഡിയോ. ഈ സോങ് ഇറങ്ങേണ്ട താമസം ഫാൻസ് എല്ലാം ഏറ്റെടുത്തു. നമ്മുടെ എല്ലാ റെക്കോർഡും തകർത്ത് ഗെറ്റ് വെൽ സോൺ ഒന്നാമതായി. നിനക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നിനക്ക് വേണ്ടി പാടിത്തരാം. എസ്തർ ഓഫീസിലേക്ക് പോയോ? ആ, അവള് പോയി. ടോണിയെ ഇവിടെ ക്രിസിന്റെ അടുത്ത് നിർത്തി പോകുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. ക്രിസിൻ്റെ ഫാൻസൊക്കെ ഇപ്പോഴും അവനെ ഓർക്കുന്നുണ്ടോ? പിന്നെ അന്ന് പ്രസ് മീറ്റിങ്ങിൽ അവൻ്റെ കാര്യം അറിഞ്ഞത് മുതൽ സോഷ്യൽ മീഡിയാസിലൊക്കെ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. എന്നിട്ടും അവന് ഇപ്പോഴും ഒരു പുരോഗതിയും ഇല്ലല്ലോ. ആർക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് ക്രിസിനെ മെഹസി കില്ലിങ് നടത്തിയാലോ? നീ എന്താ പേടി പറയുന്നത്? നമുക്കെന്താ പണം ഇല്ലാഞ്ഞിട്ടാണോ അവൻ്റെ ജീവൻ നിലനിർത്താൻ? അതല്ല ആർക്കെ, എപ്പോഴും ആക്റ്റീവായി നടന്നവൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കരയാതെ മേരി, 10-15 വർഷം കഴിഞ്ഞവരേക്ക് കോമയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനാകെ 2 മാസമല്ലേ ആകുന്നുള്ളൂ. അവൻ എന്തായാലും എണീച്ചു വരും. എനിക്ക് ഉറപ്പുണ്ട്. എസ്തറിന്റെ സ്നേഹവും കരുതലും അവനെ തിരിച്ചു കൊണ്ടുവരും. നീ വിഷമിക്കാതിരിക്കെ. നീ വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഇവ. അവൻ എഴുന്നേൽക്കില്ല. നീ എനിക്ക് ഇവയെ തന്നിട്ട് 2 വർഷമായി. കഴിഞ്ഞ പിറന്നാളിനോ നമ്മൾ 2 പേരും ഒരുമിച്ചില്ലായിരുന്നു. ഇപ്പോൾ അടുത്തുണ്ടായിട്ടും നീ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആഘോഷിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ ക്രിസ്മസ് ആയിട്ട് കൂടി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റോയ്സും രചനയും ഒക്കെ മുന്നിട്ടിറങ്ങി കേക്കൊക്കെ വാങ്ങി ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കേക്ക് മുറിച്ചിട്ടാ ഞാനിപ്പോൾ വന്നത്. ആ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇവയെ തന്നന്ന് എനിക്കും എല്ലെന്നും നീ ഒരുപോലത്തെ ഡയമണ്ട് നെക്ലേസ് തന്നില്ലായിരുന്നു? അത് എൻ്റെ ബാഗിലുണ്ട്. നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മിസ്റ്റർ ജോസഫിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ചുകൂടി വിപുലമായി തന്നെ അന്വേഷിക്കണമെന്നുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ. സോ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. ഇയാള് CCTV ഫുട്ടേജ് നോക്കാൻ പോയതല്ലായിരുന്നു? ക്രിസിന്റെ കാർഡ് തട്ടിയാണ് പപ്പം കടിച്ചതെന്ന് ഇയാൾ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അയാൾ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ക്രിസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞെങ്കിലും അവനെ ജയിലിലാക്കണമെന്ന് എനിക്കില്ല. സർ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. കേസിനും കോടതിക്കും പുറകെ നടക്കാനൊന്നും ഞങ്ങൾ 2 പെൺകുട്ടികൾക്കാവില്ല. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് സർ. ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങളുടെ ഒപ്പമില്ലേ? നിങ്ങൾക്കില്ലാത്ത ശുഷ്കാന്തി പിന്നെ ഞങ്ങൾ പോലീസിനാണ് വേണ്ടത്.
അൺനോൺ വെഹിക്കിൾ തട്ടുള്ള ആക്സിഡൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ കേസ് ക്ലോസ് ചെയ്തോളാം. ഇത് നിങ്ങളുടെ പപ്പയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. സമയം കിട്ടുമ്പോൾ ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക്. ഇത് ആ എസ് ഐ രഘുനാഥ് തന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ലേ? ഇതിനെന്താ ഇതിന് മാത്രം വായിച്ചു നോക്കാനുള്ളത്? പപ്പ എൻ്റെ കൺമുന്നിൽ നിന്നാണ് മരിച്ചത്. അതിനു പുറമെ അവർ ആദ്യം തന്നെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നതല്ലേ? വാട്ട്? കോസ് ഓഫ് ഡെത്ത് ഈസ് ലീതർ പോയിസണിങ്. മാരകമായ വിഷം ഉപയോഗിച്ചെന്നതാണ് മരണകാരണം. ഇതുകൊണ്ടാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കാൻ അന്ന് എസ് ഐ പറഞ്ഞത്? അപ്പോ പപ്പ മരിച്ചത് ക്രിസിന്റെ കാർ തട്ടിയല്ലേ?